കൊച്ചിയിൽ കല്ലട ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം, നിരവധി പേർക്ക് പരിക്ക്. അമിത വേഗതയിൽ വന്ന സ്വകാര്യ എയർ ബസ് ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഇടുക്കി വാഗമൺ സ്വദേശി 33-കാരനായ ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ബസ് യാത്രികരായ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഞായർ രാവിലെ കൊച്ചി മരടിനടുത്ത് മാടവനയിലാണ് അപകടം സംഭവിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന NL01G 2864 രജിസ്ട്രേഷനിലുള്ള കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയ്ക്ക് കുറുകെയാണ് ബസ് മറിഞ്ഞത്. ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുമ്പോൾ 42 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. കൊച്ചിയിൽ അപകടം നടക്കുന്ന സമയത്ത് 20 പേർ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത്. റെഡ് സിഗ്നൽ വന്നതോടെ നിർത്തുവാനുള്ള ശ്രമത്തിൽ വളരെ സ്പീഡിലായിരുന്ന ബസ് സഡൻ ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമായത്. ഇതോടെ നിയന്ത്രണം നഷ്ടമായ ബസ് സമീപം നിർത്തിയിട്ട ബൈക്കിന് മുകളിലേക്ക് വട്ടം മറിയുകയായിരുന്നു. നിരവധി പേരെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിന്റെ അമിത സ്പീഡും മഴ പെയ്ത് റോഡ് നനഞ്ഞു കിടന്നതും മൂലമാണ് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ വണ്ടി റോഡിന് കുറുകെ മറിഞ്ഞത്. മറിഞ്ഞ ബസ്സിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ രക്ഷാപ്രവർത്തകർ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി 11 പേരെ എറണാകുളത്തെ മരട് ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവർ അഞ്ജലി 44 വയസ്സ് കൊല്ലം, ഏലിയാസ് 39 വയസ്സ് ആലപ്പുഴ, സുധാമണി 56 പത്തനംതിട്ട, ലിസ 42 കൊല്ലം, അങ്കിത 15 കൊല്ലം, ആര്യ 24 കണ്ണൂർ, അനന്തു 27 ആലപ്പുഴ, രവികുമാർ 34, ഉത്തരേന്ത്യൻ സ്വദേശി ശോഭ 52 വയസ്സ്, ചന്ദ്രൻപിള്ള 60 ആലപ്പുഴ, അശ്വിൻ 18 കൊല്ലം. അഗ്നിരക്ഷാസേനയും പോലീസും സംഭവ സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് നീക്കിയ ശേഷമാണ് ബൈക്ക് യാത്രികനെ പുറത്തെടുത്തത്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച ബൈക്ക് യാത്രികൻ മരണത്തിന് കീഴടങ്ങി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ബസ് സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതടക്കം രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കോവിഡിന് ശേഷം കല്ലട ബസ് വളരെയേറെ പ്രതിസന്ധിയിലായിരുന്നു. ഇവരുടെ ഒട്ടുമിക്ക അന്തർ സംസ്ഥാന സർവീസുകളും നിർത്തിവെച്ചിരുന്നു. കോടികൾ വിലമതിക്കുന്ന ധാരാളം ബസ്സുകൾ പല പല പാർക്കിംഗ് കേന്ദ്രങ്ങളിലായി കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.